Hi friends, let's continue the activities of light on the hills. അല്ലെ നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ്, അത് ഗ്രാമർ പാർട്ടാണ് വരുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസ്ഡ് ഇൻ ദ സ്റ്റോറി. അല്ലെ ഇതൊക്കെ ആ ഒരു സ്റ്റോറിയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സെന്റൻസുകളാണ്. ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് എ ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാഡ് ട്രൈഡ്. അല്ലെ നീ നിന്റെ വർക്കുകൾ വളരെ ഹാർഡ് വർക്കോട് കൂടിയിട്ടും വളരെ എന്താ പറയാ ആത്മസമർപ്പണത്തോട് കൂടിയിട്ടും വളരെ സത്യസന്ധമായിട്ടും നീ അത് ചെയ്യുകയാണെങ്കിൽ ആളുകൾ തീർച്ചയായിട്ടും നിന്റെ വർക്കിനെ അംഗീകരിക്കും, നിന്റെ ആ ശ്രമത്തെ അംഗീകരിക്കും. Then second, if I want to do my very very best, I will do it for the people I love. അല്ലെ ഞാൻ എന്തെങ്കിലും ലൈഫിൽ ബെസ്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യും. ക്ലിയർ? This sentence deal with likely situation in the present or future. അല്ലെ ഈ ഒരു ഇതില് നിങ്ങൾക്ക് ഇതില് പ്രസന്റും ഫ്യൂച്ചറും കാണാൻ സാധിക്കും. അല്ലെ നോക്കിയേ, നീ എന്തെങ്കിലും ഒരു കാര്യം സത്യസന്ധമായിട്ടും അതോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? നിനക്ക് തീർച്ചയായിട്ടും നിന്റെ ഹാർഡ് വർക്കിനെ അംഗീകരിക്കും. അതൊരു ഫ്യൂച്ചർ ആണ് അല്ലെ, ഒരു സാധ്യതയുള്ള ഫ്യൂച്ചർ ആണ് അല്ലെ. സോ ദ സിറ്റുവേഷൻ വേർ ഡിസ്ക്രൈബ് മേ നോട്ട് ഹാവ് ഹാപ്പൻഡ് യെറ്റ്. അല്ലെ അത് നടന്നിട്ടില്ലാത്തൊരു സിറ്റുവേഷൻ ആണ് പറയുന്നത്. ബട്ട് ദേ ലൈക്ലി ടു ഹാപ്പൻ ടു. പക്ഷെ അതെന്താണ്? സാധ്യതയുണ്ട്, അതൊരു സാധ്യതയുള്ള ഒരു കാര്യമാണ്, നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് വി ക്യാൻ ഈസിലി ഇമാജിൻ ദൻ ഹാപ്പനിങ്. കാരണം എന്താണ്? നമുക്ക് ഈസി ആയിട്ട് അത് ഇമേജ് ചെയ്യാൻ കഴിയും അല്ലെ. കാരണം അത്രയും നല്ലൊരു പിക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ അത് അംഗീകരിക്കും അല്ലെ. അതാണ് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ എക്സാമ്പിൾ ഫോർ ദ ഫസ്റ്റ് കണ്ടീഷൻ. നൗ ഐഡന്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കണ്ടീഷണൽ ക്ലോസ്. അല്ലെ കണ്ടീഷണൽ സെന്റൻസുകൾ, ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. അല്ലെ കണ്ടീഷണൽ സെന്റൻസിന്റെ ഒരു ഗ്രാമർ പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഈഫ് ക്ലോസുകൾ. അല്ലെ അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് കണ്ടീഷൻ ആണ് അല്ലെ, ഫസ്റ്റ് ക്ലോസ് ആണ് ഈ കാണുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ ആണ്, ഒരു സാധ്യതയുള്ള പോസിബിലിറ്റി ഉള്ള ഒരു സെന്റൻസ് പറയുമ്പോഴാണ് ഈ ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സാധ്യതയില്ലാത്തത് സെക്കൻഡും തേർഡും ഒക്കെയാണ്. ഇത് സാധ്യതയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് യൂസ് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ആ സെന്റൻസ്, ഹൗ ഡു ദ സെന്റൻസ് ബിഗിൻ? അതെങ്ങനെയാണ് ആ സെന്റൻസ് തുടങ്ങുക? ദ സെന്റൻസ് ബിഗിൻ വിത്ത് ഈഫ് എ കണ്ടീഷണൽ ക്ലോസ്. അല്ലെ എന്തുകൊണ്ടാണ് സെന്റൻസ് തുടങ്ങേണ്ടത്? ഈഫ് ക്ലോസ് അതിലുണ്ടാവും അല്ലെ. ഈഫ് വെച്ചിട്ടാണ് ആ ഒരു സെന്റൻസ് തുടങ്ങുക. Then can you move the clauses at the beginning of the sentence to the end without changing the meaning? അല്ലെ നമുക്ക് അതിന്റെ സെന്റൻസിന്റെ മീനിങ്ങിന് മാറ്റം വരുത്താതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. at the beginning of the sentence to the end without changing the meaning. അല്ലെ അതിന്റെ എൻഡ് ബിഗിനിങ്ങിലോട്ടും ബിഗിനിങ് എൻഡിലോട്ടും മാറ്റാൻ കഴിയുമോ മീനിങ് ചേഞ്ച് ആവാതെ എന്നാണ് ചോദ്യം. People will know how hard you have tried if you do your work with dedication and honesty. അല്ലെ and I will it do for the people and if you want to very best. അല്ലെ എന്താ മക്കൾ ഇവിടെ ചെയ്തത്? ഫസ്റ്റ് സെന്റൻസ്, ദെൻ അടുത്ത സെന്റൻസ്. അല്ലെ ഇവിടെ ചോദിച്ചത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ സെന്റൻസ് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ലെ ആദ്യം ഈഫ് കൊണ്ട് തുടങ്ങി അടുത്തൊരു കോമ വന്നിട്ടുള്ള ഒരു സെന്റൻസ്. ഇത് തിരിച്ച് ഇങ്ങോട്ടും അങ്ങോട്ടും കൊടുത്താൽ ഒരു കുഴപ്പമല്ല, മീനിങ്ങിനൊരു മാറ്റം സംഭവിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊടുക്കാം അല്ലെ, ഇങ്ങനെ കൊടുക്കാം. നീ നിന്റെ വർക്ക്, മലയാളത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം, നീ നിന്റെ വർക്ക് ആത്മസമർപ്പണത്തോടെയും ആത്മാർത്ഥത്തോടു കൂടിയും ചെയ്യുകയാണെങ്കിൽ ആളുകൾ നിന്റെ വർക്കിനെ അംഗീകരിക്കും. ഇനി അത് നേരെ തിരുത്തി പറയാലോ, നേരെ തിരിച്ചു പറഞ്ഞു നോക്കിയേ, ആളുകൾ നിന്റെ ശ്രമത്തെ, നിന്റെ വർക്കിനെ അംഗീകരിക്കും. നീ നിന്റെ ഡെഡിക്കേഷനോട് കൂടി ആത്മസമർപ്പണത്തോടു കൂടി അത് ചെയ്യുകയാണെങ്കിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല അല്ലെ. തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ക്ലിയർ? How many verb phrases do you notice in each of the sentence? അല്ലെ എത്ര വെർബ് ഫ്രേസുകളാണ് നിങ്ങൾ ആ സെന്റൻസിൽ കണ്ടത്? നോക്കാം. ഫ്രേസസ് വിത്ത് ഡെഡിക്കേഷൻ, ഹോണസ്റ്റി ഫോർ ദ പീപ്പിൾ. അല്ലെ ആ ഒരു ഫ്രേസസ് ആയിരുന്നു നമ്മൾ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. നോക്കാം. ഡു ദേ ഫോളോ ഫിക്സഡ് പാറ്റേൺ. അല്ലെ അതെല്ലാം ഒരു ഫിക്സഡ് പാറ്റേൺ പിന്തുടരുന്നുണ്ടോ? ഉണ്ട് അല്ലെ, തീർച്ചയായിട്ടും അതിലൊരു ഫിക്സഡ് പാറ്റേൺ ഉണ്ട് അല്ലെ. ദേ ഫോളോ എ ഫിക്സഡ് പാറ്റേൺ. ദെൻ can you use any other model verb instead of will in the main clause? അല്ലെ ആ രണ്ട് സെന്റൻസിലും will ഉണ്ടായിരുന്നു അല്ലെ.
അപ്പൊ ഓക്കെ, നമുക്ക് ആ വില്ലിന് പകരം വേറെ ഏതെങ്കിലും വേർഡ് യൂസ് ചെയ്യാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും ഒരു ക്ലോസ് വില്ലിന് പകരം വേറൊരു മോഡൽ വെർബ് യൂസ് ചെയ്യാൻ പറ്റുമോ? എപ്പോഴും വില്ലിന് കൊടുക്കണോ? വില്ലിന് പകരം വേറെ എന്തെങ്കിലും മാറ്റിയാലോ എന്നാണ് ചോദ്യം. നോക്കാം. If you do your work with dedication and honesty, people would know how hard you have tried. അല്ലെ, നീ എത്രത്തോളം ശ്രമിച്ചു, നിന്റെ വർക്ക് എത്രത്തോളം ശ്രമിച്ചു എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കും. നീ അത് ഹോണസ്റ്റ് ആയിട്ടും ഡെഡിക്കേഷനോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ. നേരത്തെ ഇവിടെ എന്താ മക്കളെ യൂസ് ചെയ്തിരുന്നത്? വില്ലായിരുന്നു അല്ലെ. ഇപ്പൊ വില്ലിന് പകരം എന്ത് യൂസ് ചെയ്തു? വുഡ് യൂസ് ചെയ്തു. മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. Okay then, if I want to do my very very best, I would do it for the people I love. അല്ലെ, നിനക്ക് ബെസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യണം. അവിടെ വില്ലിന് പകരം നിങ്ങൾ നേരത്തെ നമ്മൾ ഇവിടെ എന്താ യൂസ് ചെയ്തിരുന്നത്? വില്ലായിരുന്നു. ഇവിടെ വില്ലിന് പകരം ഇപ്പൊ എന്ത് യൂസ് ചെയ്തു മക്കളെ? വുഡ് യൂസ് ചെയ്തു. ക്ലിയർ? Then അടുത്ത question, what changes occur in the meaning and the form if you change the verb in the if clause to the past and past perfect tense? അല്ലെ, ആ if ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് മാറ്റിയപ്പോൾ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വന്നത്? ഇഫ് യു ഡിഡ് യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി, പീപ്പിൾ വുഡ് നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ് എന്ന രീതിയിലോട്ടാണ് മാറിയത്. വലിയ മാറ്റമൊന്നും മീനിങ്ങിൽ വരുന്നില്ല. നീ നിന്റെ വർക്ക് ഡെഡിക്കേഷനോട് ആത്മാർത്ഥയും കൂടെ ചെയ്യുകയായിരുന്നെങ്കിൽ പീപ്പിൾ വുഡ് നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. അല്ലെ, ജനങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നീ എത്രത്തോളം വർക്ക് ചെയ്തു എന്നുള്ളത് ആളുകൾ എന്ത് ചെയ്യും? അംഗീകരിക്കും എന്നാണ് പറയുന്നത് അല്ലെ. ആളുകൾ അത് മനസ്സിലാക്കും. then record your observation. നിന്റെ ഒബ്സർവേഷൻ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ വലിയ വുഡാക്കി തിരിച്ചു മറിച്ചും എഴുതി. ഇതിൽ നോക്ക, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നോക്കാം. If you had done your homework with dedication and honesty, people would have known how hard you have tried. Like, if I wanted to do my very very best, I would do it for the people now. If I had wanted to do very very best, I would have done it for the people now. അല്ലെ, എന്താണ് നീ നിന്റെ വർക്ക് അല്ലെ, നീ നിന്റെ വർക്ക് ആത്മാർത്ഥതയോട് കൂടിയിട്ടും ഡെഡിക്കേഷനോട് കൂടിയിട്ടും സത്യസന്ധയോട് കൂടിയിട്ടും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ നിന്റെ വർക്ക് അറിയപ്പെടും, അല്ലെങ്കിൽ ജനങ്ങൾ നിന്റെ വർക്ക് അംഗീകരിക്കും, അല്ലെങ്കിൽ ആ വർക്ക് പിന്നീട് അറിയപ്പെടുന്ന ഒരു വർക്കായിട്ട് തന്നെ മാറും അല്ലെ. അതുപോലെ ഇഫ് ഐ വാണ്ടഡ് ടു എനിക്ക് എന്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യും. ഇഫ് ഐ ഹാഡ് വാണ്ടഡ് ടു ഡു വെരി മൈ ബെസ്റ്റ് വുഡ് ഐ വുഡ് ഡൺ ഇറ്റ് ഫോർ ദ ബെസ്റ്റ് ഓഫ് അല്ലെ. ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്യും. എനിക്ക് എന്തെങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ. ഓക്കെ, then activity 2. In the first 2 units you have learned about the noun phrases. Noun phrases usually appeared right at the beginning of the sentence. അല്ലെ മക്കളെ, നമ്മളിപ്പോ ഒരുപാട് നൗൺ ഫ്രേസുകൾ കണ്ടു അല്ലെ. ഈ നൗൺ ഫ്രേസ് പൊതുവെ ഉണ്ടാവുക ബിഗിനിങ് ഓഫ് ദ സെന്റൻസ് ആണ് അല്ലെ. സ്വാഭാവികമായിട്ടും നൗൺ എവിടെ ഉണ്ടാവുക? നൗണ്, നാമങ്ങൾ ഒരു സെന്റൻസിന്റെ തുടക്കത്തിലായിരിക്കും അല്ലെ. പേരുകൾ, നാമങ്ങളൊക്കെ ഒരു സെന്റൻസിന്റെ തുടക്കത്തിലായിരിക്കും. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. നൗൺ ഫ്രേസ് പൊതുവെ ഒരു സെന്റൻസിന്റെ ബിഗിനിങ്ങിലാണ് കാണുക. They can also come towards the end of the sentence. പക്ഷെ അവർക്ക് അതിനെന്ത് ചെയ്യാം? ചില സമയത്ത് ഒരു സെന്റൻസിന്റെ അവസാനത്തിലും അത് വരാറുണ്ട്. Underline the noun phrases in the subject position in the following sentence. You may also identify the head nouns in each. അല്ലെ, നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സെന്റൻസിന്റെ തുടക്കത്തില് സബ്ജക്റ്റിന്റെ പൊസിഷനിൽ വരുന്ന നൗൺ ഫ്രേസുകളെ നമുക്ക് നോക്കാം. The little girl in the story supported him. അല്ലെ, നമുക്ക് വ്യക്തമായിട്ട് അവിടെ ആരെ കാണുന്നുണ്ട്? നോൺ ഫ്രേസ് കാണുന്നുണ്ട് അല്ലെ. അതുപോലെ her brother who become painter got inspiration from her. അല്ലെ, അവിടെയും നമുക്ക് കാണാം. Then the girl advised her brother to paint pictures. അല്ലെ, അവൾ പിക്ചർ വരയ്ക്കാൻ അഡ്വൈസ് ചെയ്തു. ഇവിടെ നോൺ ഫ്രേസ് കാണാം. അതുപോലെ the hills which they visited together appeared mistily. രണ്ടുപേരും ഒരുമിച്ച് കാണാൻ പോയത്, അവിടെയും നിങ്ങൾക്ക് നോൺ ഫ്രേസ് കാണാം. The boy become
പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഇൻ ദ എൻഡ് അല്ലെ. ബോയ് പിന്നീട് എൻഡിങ് ആയപ്പോൾ നല്ലൊരു അടിപൊളി ആർട്ടിസ്റ്റ് ആയിട്ട് മാറി. ഇതിലും എല്ലാത്തിലും നിങ്ങൾക്ക് നൗൺ ഫ്രേസ് തുടക്കത്തിൽ വ്യക്തമായിട്ട് കാണാം. വിച്ച് ക്ലാസ് ഓഫ് വേർഡ്സ് ആർ ആഡഡ് ബിഫോർ ദ ഹെഡ് നൗൺ അല്ലെ. ഏതൊക്കെ ടൈപ്പ് ഓഫ് വേർഡുകളാണ്, ഏതൊക്കെ വസ്തുക്കളാണ് നിങ്ങൾക്ക് നൗണിന് മുമ്പ്, നൗൺ ഫ്രേസിന് മുമ്പ് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഈ നൗൺ ഫ്രേസിന് മുമ്പ് ചേർത്തിരിക്കുന്ന വേർഡുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. Okay, then identify the class of the words that are added before and after the head nouns in the noun. അല്ലെ, ആ നൗണിന് പിന്നിലും മുൻപിലുമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള വേർഡുകള്, ഫ്രേസുകള് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. റൈറ്റ് യുവർ ഒബ്സർവേഷൻ എന്നിട്ട് അത് എഴുതുകയാണ് കേട്ടോ മക്കളെ. നോക്കാം. നൗൺ ഫ്രേസ് അല്ലെ. ദ ലിറ്റിൽ ഗേൾ എന്നായിരുന്നു നമ്മൾ അവിടെ കണ്ടിരുന്നത് അല്ലെ. അപ്പൊ ആ ലിറ്റിൽ ഗേളിന് എന്തൊക്കെ മാറ്റങ്ങളാണ്, ഹെഡ് നൗണിന് മുമ്പിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് നോക്കാം. അത് നമുക്ക് ഈ വലിയൊരു കളിയിൽ ഈ ഒരു പാട്ട് മാത്രം നോക്കാം. എങ്ങനെ, ഇങ്ങനെ നോക്കുക. നൗൺ ഫ്രേസ്, ആ വേർഡിൽ, ആ ഒരു സെന്റൻസിൽ ഉണ്ടായിരുന്ന നൗൺ ഫ്രേസ് ഏതായിരുന്നു നോക്കാം. ഏതായിരുന്നു? ദ ലിറ്റിൽ ഗേൾ എന്ന് പറയുന്നതായിരുന്നു നൗൺ ഫ്രേസ്. അതിലെ ഗേൾ ആണ് അതിന്റെ ഹെഡ് നൗൺ. നിങ്ങൾക്കറിയാം പെൺകുട്ടിയാണ് അതിന്റെ മെയിൻ നൗൺ എന്ന് പറയുന്നത്. അതിന് അഡ്ജക്റ്റീവ് മുമ്പിൽ ചേർത്തിട്ട് ഒന്ന് വിശേഷിപ്പിച്ചു. അതിന്റെ കൂടെ ഡിറ്റർമിൻ ആയിട്ടുള്ള ദ ഉണ്ടായിരുന്നു അല്ലെ. പിന്നെ ദ ഗേൾ എന്നായിരുന്നു രണ്ടാമത്തെ സെന്റൻസിൽ ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ അത് അഡ്ജക്റ്റീവ്സ് ഇല്ല, ഹെഡ് നൗൺ ഗേളും, ഡിറ്റർമിനർ എന്താണ്? ദ ആണ് അല്ലെ. ദെൻ ഹെർ ബ്രദർ എന്ന് പറയുന്നുണ്ട് അല്ലെ. അതെന്താണ്? അതിന്റെ ഹെഡ് നൗൺ ആണ് അല്ലെ. ദെൻ അടുത്ത ഹില്ല് പറയുന്നുണ്ട്, അതിന്റെ കൂടെ ദ ഡിറ്റർമിൻ ഉണ്ടായിരുന്നു, പിന്നെ വെറും ദ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ഇനി നമുക്ക് നോക്കാം അതിൽ ഉപയോഗിച്ചിരുന്ന റിലേറ്റീവ് ക്ലോസുകൾ ആ സെന്റൻസിൽ ഉണ്ടായിരുന്നു അല്ലെ. എന്താണ്? അതുപോലെ പ്രിപ്പോസിഷണൽ ഫ്രേസുകളും വെർബ് ഫ്രേസുകളും ഉണ്ടായിരുന്നു. അതിന് റിലേറ്റീവ് ക്ലോസുകൾ ഏതൊക്കെയായിരുന്നു? ഹു ബിക്കം പെയിന്റർ, വിച്ച് ദേ വിസിറ്റഡ് ടുഗദർ, ബോയ് എന്നൊക്കെ പറയുന്നതാണ് റിലേറ്റീവ് ആയിട്ട് വരുന്ന ക്ലോസുകൾ. ഓക്കെ, ഇനി പ്രിപ്പോസിഷണൽ ഫ്രേസസ് ഉണ്ട് അല്ലെ. പ്രിപ്പോസിഷൻസ് വരുന്ന ഫ്രേസുകൾ അതിലുണ്ടായിരുന്നു. ഇൻ ദ സ്റ്റോറി അല്ലെ, പ്രിപ്പോസിഷൻസ് അല്ലെ. ടു പെയിന്റ് ദ പിക്ചേഴ്സ്, ഫ്രം ഹർ, മിസ്റ്റി, ഇൻ ദ എൻഡ് അല്ലെ. ഇതൊക്കെയായിരുന്നു പ്രിപ്പോസിഷണൽ ഫ്രേസ് അല്ലെ. പ്രിപ്പോസിഷൻസ് ഇങ്ങനെ അതിലുള്ള പ്രിപ്പോസിഷന് ശേഷം വരുന്ന ആ ഒരു പാർട്ടാണ് പറയുന്നത് കേട്ടോ. ദെൻ വെർബ് ഫ്രേസ് ഉണ്ടായിരുന്നു അല്ലെ. വെർബ് വരുന്ന ഫ്രേസുകൾ ഉണ്ടായിരുന്നു. സപ്പോർട്ട്സ് ഹിം, അഡ്വൈസ് ഹെർ ബ്രദർ, ഗോട്ട് ഇൻസ്പിറേഷൻ, അപ്പിയേർഡ്, ബിക്കം പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അല്ലെ. ഇതൊക്കെ എങ്ങനെയാ മക്കളെ? ഇതൊക്കെ നൗൺ ഫ്രേസുകളാണ് അല്ലെ. നിങ്ങൾ ഇതിലൊക്കെ കാണുന്നുണ്ടാവും അല്ലെ. സോറി, ഇതൊക്കെ വെർബ് ഫ്രേസുകളാണ്, ക്രിയകൾ വരുന്ന ഫ്രേസുകളാണ് കേട്ടോ. അപ്പൊ ഇതിലൊന്നും എന്തില്ല? നൗണുകളില്ല. ഇതൊക്കെ വെർബുകൾ വരുന്ന ഫ്രേസുകളാണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് കാണാം എന്താണ്, ഒക്കെ വെർബ് ഫ്രേസുകളാണ് കേട്ടോ. അപ്പൊ എന്താണ്, ഒരു സെന്റൻസിൽ എന്തൊക്കെ കാണും മക്കളെ? നൗൺ ഫ്രേസ് ഉണ്ടാവും, റിലേറ്റീവ് ക്ലോസ് ഉണ്ടാവും, അതിൽ വരുന്ന പ്രിപ്പോസിഷൻ വരുന്ന ഒരു ഫ്രേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ വെർബിന്റെ ഒരു ഫ്രേസും നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും അല്ലെ. ഇത്രയും അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആക്ടിവിറ്റി 3, റീഡ് ദ ഫോളോയിങ് സൈൻ ബോർഡ് അല്ലെ. കുറച്ച് സൈൻ ബോർഡുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സർക്കിൾ ദ ഹെഡ് നൗൺസ് ഇൻ ദ നൗൺ ഫ്രേസസ് യൂസ്ഡ് ഇൻ ദ സൈൻ ബോർഡ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസസ് പ്രൊവൈഡ് അല്ലെ. ഇപ്പൊ നമ്മൾ നൗൺ ഫ്രേസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അത് ഇതിൽ കാണുന്നുണ്ടാവും, നോക്കാം. ബേബി ഓൺ ദ ബോർഡ് അല്ലെ. സെയിൽ സമ്മർ ക്ലോത്തിങ് 50% ഓഫ് അല്ലെ. വെയിറ്റ് ടു ടു വീലർ പാർക്കിംഗ്, ക്യാഷൻ നാരോ ബ്രിഡ്ജ് അഹെഡ്, എൻഡ് ഓഫ് ദ റോഡ് അല്ലെ. ഇതിൽ നൗൺ ഫ്രേസുകൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതിലെ നൗണുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് അതിൽ പറഞ്ഞിട്ടുള്ള ആഡ് ചെയ്യാൻ തന്നിട്ടുള്ളത്. അതിൽ ഏതൊക്കെയാണ് അതിൽ വരുന്ന നൗൺ ഫ്രേസ്? ബേബി, റോഡ്, ബ്രിഡ്ജ്, ക്ലോത്തിങ്, ടു വീലർ അല്ലെ. കാണുന്നുണ്ടാവുമല്ലോ, ഓരോന്നിലും നൗൺ ഫ്രേസുകൾ കാണുന്നുണ്ട് അല്ലെ. നൗൺ എന്ന് പറയുമ്പോൾ നാമങ്ങൾ എന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇതിലൊക്കെ കാണുന്നുണ്ട്. ബേബി, ബോർഡ്, റോഡ്, ബ്രിഡ്ജ് അല്ലെ. അതുപോലെ ടു വീലർ, ഇതൊക്കെ എന്താണ്? അതുപോലെ ക്ലോത്ത്, ഡ്രസ്സ്, ഇതെല്ലാം എന്താണ് മക്കളെ? ഇതൊക്കെ നൗണുകളാണ്. അപ്പൊ ഇത് നൗൺ ഫ്രേസുകൾ അതിലുള്ളത് അതൊക്കെയാണ് കേട്ടോ. ബേബി, റോഡ്, ബ്രിഡ്ജ്, ക്ലോത്തിങ്, ടു വീലർ, ഇതൊക്കെയാണ് നാമങ്ങൾ കേട്ടോ. ആദ്യത്തെ പ്രിപ്പോസിഷൻസോ അതിലുള്ള വെർബുകളോ ഒന്നും പോയിട്ട് നിങ്ങൾ നൗൺ ഫ്രേസ് പറയുമ്പോൾ പോയിട്ട് മാർക്ക് ചെയ്യരുത് കേട്ടോ. നാമങ്ങൾ തന്നെ ആവണം കേട്ടോ. ഓക്കെ, നൗ ലെറ്റ്സ് എഡിറ്റ് അല്ലെ.
എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ തെറ്റുകൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം മക്കളെ? കുറച്ച് ഗ്രാമർ അറിയണം അല്ലെ. പാസ്റ്റ് ആണെങ്കിൽ പ്രസന്റ് ആക്കണം, പ്രസന്റ് ആണെങ്കിൽ പാസ്റ്റ് ആക്കണം അല്ലെ. പാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? V1 V2 V3 അറിയണം അല്ലെ. V1 V2 പാസ്റ്റിൽ അല്ലെ, പാസ്റ്റ് പ്രസന്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഒരു വേർഡിൻ്റെത് അറിയണം അല്ലെ. ചിലപ്പം പാസ്റ്റ് ആയിരിക്കും, ചിലപ്പം പ്രസന്റ് ആക്കാനായിരിക്കും, പ്രസന്റ് ഫ്യൂച്ചർ ആക്കാനൊക്കെ അധികം ഫ്യൂച്ചർ വരാറില്ലെങ്കിൽ കൂടെ പാസ്റ്റ് ആക്കാൻ അധികം വരാറുണ്ട് അല്ലെ. അപ്പൊ V1 V2 V3 ഒക്കെ നന്നായിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് അറിയണം കേട്ടോ. Read the following passage. There are some errors in there are underlined. Edit the errors. A pet dog saw 3 rivers. A pet dog saw 3 rivers, walked 13 kilometers and then keep a week's vigil outside jail where his master was imprisoned. Master was keep എന്ന് പറയില്ല മക്കളെ, kept എന്നേ പറയുള്ളൂ അല്ലെ. കഴിഞ്ഞു പോയ കാര്യത്തിനാണ്. അപ്പൊ അവിടെ കീപ്പിന്റെ പാസ്റ്റ് ആയിട്ടുള്ള കെപ്റ്റ് ആണ് വരിക അല്ലെ. അതുപോലെ മാസ്റ്റർ വാസ് ഇംപ്രിസൺ അല്ലെ, ജയിലിൽ അകപ്പെട്ടു എന്ന് പറയുന്നത് ഇംപ്രിസൺഡ് എന്നാണ് പറയാ കേട്ടോ. വെൻ സൊഹാബ് വാസ് അറസ്റ്റഡ് ഹിസ് ഡോഗ് സോങ് ബിഹൈൻഡ് ദ ബോട്ട് ദാറ്റ് ferried him across a first river to prison. The boatman tried to drive away, hit him on the head with an oar, but they kept on the sim. Kept on the sim എന്ന് പറയില്ല കേട്ടോ, at the simming എന്നാണ് പറയാ. At the prison the dog waited and his owner was released from 1 week sentence. The dog often took cry outside the gate, but it would wag its tail in joy when his master would send it half his prison food. Ali was jailed for critically wanting a neighbor in his remote village. The neighbor is still suffer from injuries in the district hospital. Now rewrite the edited version of the paragraph. കേട്ടല്ലോ മക്കളെ, അധികം പാസ്റ്റിലോട്ട് മാറ്റാൻ തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ വേർഡുകളൊക്കെ എന്ത് ചെയ്യണം മക്കളെ? പാസ്റ്റ് ഫോമിലോട്ടാണ് അധികവും മാറ്റി കൊടുക്കേണ്ടത്. നോക്കാം. കെപ്റ്റ്, കീപ്പ് എന്തായി മാറി? കെപ്റ്റ് ആയിട്ട് മാറി. ഇംപ്രിസൺ എന്തായി? ഇംപ്രിസൺഡ്. സ്വിം എന്തായി? സ്വിമ്മിങ്. റിലീസ്, റിലീസ്ഡ്. ജയില്, ജയിലിഡ്. സഫർ, സഫറിങ് എന്നായി മാറി കേട്ടോ. അപ്പൊ ഇതാണ് അതിലുള്ള മിസ്റ്റേക്കുകൾ. നിങ്ങൾ എന്ത് ചെയ്യുക? അത് നോക്കി അത് തിരുത്തുക കേട്ടോ. അത് പ്രസന്റ് പാസ്റ്റ് ആയതൊക്കെ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ക്ലിയർ? Let's play with language. Read the following sentence from the story. ആ സ്റ്റോറിയിലെ കുറച്ച് സെന്റൻസുകളാണ് ഇത്. It's surely beautiful for it makes one happy to look at. ഇത് വളരെ മനോഹരമാണ്, തീർച്ചയായിട്ടും ഇതൊരാൾക്ക് സന്തോഷം കൊടുക്കും. The underlined word express and emotions. Words like happy, sad, angry, excited, pride, envy, lonely, shame, surprise, etc. ഇതൊക്കെ നമ്മുടെ ഇമോഷൻസ് പറയാനാണ് അല്ലെ. ചില ആളുകൾ നമ്മുടെ ഈ ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങൾ പറയാനാണ് അല്ലെ. ഹാപ്പി, സാഡ്, എൻവി ആവുക, എക്സൈറ്റഡ് ആവുക, ആംഗ്രി ആവുക, പ്രൈഡ് ആവുക, ഒറ്റപ്പെടുക, ഷെയിം തോന്നുക, അത്ഭുതപ്പെടുക, ഇതൊക്കെ നമ്മുടെ ഇമോഷൻസ് ആണ് അല്ലെ. നോക്കാം. ആർ വേർഡ്സ് റിലേറ്റഡ് ടു ദ ഇമോഷൻസ്. എ ഫ്യൂ ഇമോഷൻസ് ആർ ഹിഡൻ ഇൻ ദ വേർഡ് പസിൽ ഗിവൻ ബിലോ. ഫൈൻഡ് ദം ഔട്ട് ദ സർക്കിൾ ദം 1 done for you അല്ലെ. ഈ ഇമോഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം ആ പസിൽ ചെയ്യാൻ പോകാം കേട്ടോ. ഹാപ്പി, സാഡ്, ആംഗ്രി, എക്സൈറ്റഡ്, പ്രൈഡ്, envy, lonely, shame, surprised. നോക്കാം. ഇനി നമുക്ക് ആ വേർഡ് പസിൽ പോയി നോക്കാം. ഇതിൽ എന്താണുള്ളത് മക്കളെ? ഒന്ന് പറഞ്ഞേ. കൺഫ്യൂസ്ഡ് അല്ലെ, കൺഫ്യൂസ്ഡ് അല്ലെ. നമുക്ക് കൺഫ്യൂഷൻ സംഭവിക്കും. നമ്മുടെ ഒരു ഇമോഷണൽ ആകെപ്പാടെ ടെൻഷൻ വന്നിട്ട് നമ്മുടെ മൈൻഡ് കിടന്നിട്ട് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവും അല്ലെ. അപ്പൊ നമുക്ക് ബാക്കിയൊക്കെ ഒന്ന് കണ്ടെത്തിയാലോ മക്കളെ? മനോഹരമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. നോക്കിയേ. ഫസ്റ്റ് SHAME, ഷെയിം അല്ലെ. ഷെയിം, ഷെയിം, നാണക്കേട് തോന്നുക അല്ലെ. അതുപോലെ നോക്കിയേ. സാഡ്, SAD, സാഡ്. അതുപോലെ envy, ENVY, envy. സർപ്രൈസ്ഡ് ആവുക, സർപ്രൈസ്ഡ് അല്ലെ. നോക്കാം. അടുത്തതോ എക്സൈറ്റഡ്. ഇങ്ങനെ പോകുമ്പോ എക്സൈറ്റഡ് ആവുന്നുണ്ട് നമ്മൾ അല്ലെ. ദെൻ ലോങ്ലി, ഒറ്റപ്പെടുക അല്ലെ. ഓക്കെ. ദെൻ കൺഫ്യൂസ്ഡ്, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക അല്ലെ. ദെൻ നോക്കിയേ. പ്രൈഡ് അല്ലെ, പ്രൈഡ്, അഭിമാനം തോന്നുക അല്ലെ. ദെൻ ഹാപ്പി, തിരിച്ചിങ്ങോട്ടാണ് കേട്ടോ. ഹാപ്പി ആവുക, സന്തോഷം വരിക കേട്ടോ. ഇത്രയുമാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഇതിന് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ നോക്കാം കേട്ടോ മക്കളെ.
Then here is another game that you can attempt. Some words are given in jumbled order. They are the words functioning verb. Identify the word and write in the space provided. അല്ലെ മക്കളെ ഇവിടെ കുറച്ച് സ്പെല്ലിംഗ് തെറ്റിച്ച് വേർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് എഴുതാനും, അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ നോക്കിയ മക്കളെ ഒരു റൗണ്ടിന്റെ ഇടയിൽ ഒരു വേർഡ് വരും, ഒരു ലെറ്റർ വരും, നോക്കാം അല്ലെ. അപ്പൊ ഇതാ ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ള വേർഡ് എന്താണ് മക്കളെ? റെസ്റ്റ് എന്നാണ് അല്ലെ. എന്താണ്? റെസ്റ്റ് അല്ലെ. ദെൻ ഇവിടെ എന്താണ്? തിങ്ക് ആണ് അല്ലെ മക്കളെ. തിങ്ക്, തിങ്ക് അല്ലെ, ചിന്തിക്കുക അല്ലെ. ദെൻ എന്താണ്? ഫീൽ. എന്താണ്? ഫീൽ അല്ലെ. ഇവിടേക്ക് ഈ സർക്കിൾ ചെയ്തിട്ടുള്ള വേർഡ് നിങ്ങളൊന്ന് ഓർക്കുക. ഇവിടെ ടി ഉണ്ട്, ഇതിൽ എന്തുണ്ട്? ഇതിൽ എച്ച് ഉണ്ട് അല്ലെ. അതിൽ എച്ച് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഇവിടെ ഐ ഉണ്ട് അല്ലെ. അപ്പൊ അത്രയും നമുക്ക് അതിൽ നിന്ന് ഇ ഉണ്ട് കേട്ടോ. അപ്പൊ അത്രയും കിട്ടി. ദെൻ ഇവിടെ എന്ത് വരുന്നുണ്ട്? സ്ലീപ്പ്. എന്താണ് വരുന്നത്? സ്ലീപ്പ് അല്ലെ. അപ്പോ അതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? എല്ല് ലഭിക്കുന്നുണ്ട് അല്ലെ. ദെൻ അടുത്തത് എന്താണ് നോക്കാം? പെയിന്റ് ആണ് അല്ലെ. പെയിന്റ്. എന്താണ്? പെയിന്റ്. ഓക്കെ, അതിലും ഐ കൊടുക്കുന്നുണ്ട് അല്ലെ. പെയിന്റിൽ ഐ വരുന്നുണ്ട്. ദെൻ ഇവിടെ എന്താണ് വരുന്നത്? ലോഫ് അല്ലെ. എന്താണ്? ലോഫ്. ചിരിക്കുകയാണ് അല്ലെ. ചിരിക്കുക അല്ലെ. ചിരിക്കുക അല്ലെ. ചിരിക്കുക. അതിൽ നിന്നും ജി വരുന്നുണ്ട് അല്ലെ. ദെൻ ഇവിടെ എന്ത് കാണുന്നുണ്ട്? എക്കോ അല്ലെ മക്കളെ. വിഷമാണ് അല്ലെ. സങ്കടമാണ്, വിഷമാണ് അല്ലെ. ഇവിടെ ഇത്രയും കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഹെഡിങ് ആണല്ലേ മക്കളെ ഇതിന്ന് കിട്ടുന്ന ദ ലൈറ്റ് അല്ലെ. ഇവിടെ ഒരു എച്ചും കൂടെ വരാനുണ്ട് അല്ലെ. ഇവിടെ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് അത് അപ്പുറത്തിൽ വരും കേട്ടോ. നോക്കാം, എച്ച് അല്ലേ. കണ്ടോ? ത്രോ. ത്രോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ത്രോ. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്ക മക്കളെ? ഇങ്ങനെ എഴുതി കൊടുക്ക കേട്ടോ. ദെൻ നോ. ഓക്കെ. ദെൻ വണ്ടർ, വണ്ടർ. ദെൻ സ്റ്റീൽ. ദെൻ ഹിയർ. then speak അല്ലെ. എന്താണ്? സ്പീക്ക്. കണ്ടല്ലോ മക്കളെ, ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന വേർഡുകൾ തന്നെയാണ് കേട്ടോ. then gather, ഒരുമിച്ച് കൂടുക എന്നൊരർത്ഥം കേട്ടോ. മീനിങ് നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിൾ വേർഡ് ആയതുകൊണ്ടാണ് പറയാത്ത. gather, ഒരുമിച്ച് കൂടുക. then promise, എന്താണ്? പ്രോമിസ്. ഒരാൾക്ക് നമ്മൾ പ്രോമിസ് ചെയ്ത് കൊടുക്കുക അല്ലെ, വാക്ക് കൊടുക്കുക. then listen ചെയ്യുക അല്ലെ, ശ്രദ്ധിച്ച് കേൾക്കുക, ലിസണിങ് ചെയ്യുക അല്ലെ ഒരാളെ. then look, എന്താണ്? ലുക്ക് ചെയ്യുക, നോക്കുക. then ഇവിടെ എന്താ വരുന്നത്? ആൻസർ അല്ലെ. ഇനി മക്കളെ നിങ്ങൾ ഈ റെഡിൽ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഈ റൗണ്ട് റൗണ്ട് ചെയ്തതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നാണ് പറയുന്നത്? ഈ റൗണ്ട് റൗണ്ട് ചെയ്തതൊക്കെ നിങ്ങളൊന്ന് എഴുതി നോക്കാട്ടോ. അപ്പൊ നിങ്ങൾക്കൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം ലഭിക്കും. ഈ സ്റ്റോറി നമ്മൾ തുടങ്ങിയപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് തുടങ്ങിയത്? ആ ഒരു വേർഡ് നിങ്ങൾക്ക് ആ ഒരു വേർഡ് ഇതിൽ കണ്ടെത്താൻ കഴിയും. മറ്റൊന്നുമല്ല, നമ്മുടെ സ്റ്റോറിയുടെ പേരാണ് കേട്ടോ. അതാണ് ഇതിലുള്ള ഒരു ഐഡിയപരമായിട്ടുള്ള രസം. അതിനാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ സർക്കിൾ ചെയ്ത് തന്നിരിക്കുന്നത്. ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ എന്താണ് പ്രശ്നം? നിങ്ങൾ സ്പെല്ലിങ് തെറ്റായി എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ടൈറ്റിൽ ലഭിക്കാത്തത് കേട്ടോ. ടൈറ്റിൽ എപ്പോഴാണ് ലഭിക്കുക? നിങ്ങൾ സ്പെല്ലിങ് കറക്റ്റ് ആക്കിയിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ റെഡ് സർക്കിളിലുള്ളത് ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന ടൈറ്റിൽ ലഭിക്കും. ഓക്കെ, അപ്പോ എന്താണ് മക്കളെ, നമ്മുടെ വലിയൊരു സ്റ്റോറി അല്ല, ചെറിയൊരു സ്റ്റോറി ആയിരുന്നു. പക്ഷെ ആക്ടിവിറ്റി കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ വളരെ മനോഹരമായിട്ട് ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന ചാപ്റ്ററും അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും അതിന്റെ ആക്ടിവിറ്റിയും നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. സോ എന്ത് ചെയ്യാ? ക്ലാസ് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് 2 or 3 തവണ കേൾക്കുക കേട്ടോ. സോ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.